ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ഞാനും എൻ്റെ ഹസ്സും ഇട്ടിരിക്കുന്ന മാല നമുക്ക് ഒരു ഇയറിങ്ങിലേക്ക് പ്രിസർവ് ചെയ്താലോ? അപ്പോൾ ഞാൻ ഈ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഈ മോൾഡിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാട്ടോ ഒരു റെസിൻ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ആദ്യം അപ്പോൾ മോൾഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ റെസിൻ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന റെസിൻ 2:1 ആണ്. അപ്പം ഞാൻ വെയ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ചെറിയ മോൾഡല്ലേ, അതുകൊണ്ട് 20 ഗ്രാംസ് ഓഫ് റെസിനും 10 ഗ്രാംസ് ഓഫ് ഹാർഡനറുമാണ് ഞാൻ എടുക്കുന്നത്. രണ്ടും കറക്റ്റ് അളവിൽ എടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം, ബബിൾ വരാതെ തന്നെ. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന ഫ്ലവർ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അത് കിള്ളി ചെയ്ത് ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചു അതിലേക്ക് ഇടാനായിട്ട്. കൂടാതെ ഞാൻ ഈ റെസിനിലേക്ക് ഇച്ചിരി ഗോൾഡൻ ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റെസിൻ ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഗോൾഡൻ ഫ്ലേക്സ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ ഉള്ളത് മൊത്തം ആഡ് ചെയ്യുകയാണ് ചെയ്തത്. റെസിനിലേക്ക് ഗോൾഡൻ ഫ്ലേക്സ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ റോസ് പെറ്റൽസ് കിള്ളി വെച്ചതൊക്കെ ഞാൻ ആ റെസിനിലേക്ക് തന്നെ ആഡ് ചെയ്ത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യുകയാണ്. എനിക്ക് ഗോൾഡൻ ഫ്ലേക്സ് പോരാ എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി കൂടി റോസ് ഗോൾഡൻ ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്തിട്ടും നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഗോൾഡൻ ഫ്ലേക്സ് വെറുതെ മുറിച്ചിടുകയാണ് ചെയ്തത്. അതും നല്ലോണം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാനത് മോൾഡിലേക്ക് ഒഴിച്ചപ്പോൾ ഇച്ചിരി പുറത്തേക്ക് പോയായിരുന്നു. അത് ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ബാലൻസ് ഇച്ചിരി വന്നു. ഞാൻ അത് വേറൊരു ഹേർട്ട് ഷേപ്പ് മോൾഡിലേക്ക് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ബബിൾ ബസ്റ്റർ സ്പ്രേ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചപ്പോൾ പുറത്തേക്ക് പോയി. എനിക്ക് അങ്ങനെയാണോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ബാലൻസ് വന്നത് വേറൊരു മോൾഡിലേക്ക് കൂടി ആഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്കിത് 24 ഹവേഴ്സിന് ശേഷം അൺമോൾഡ് ചെയ്തിട്ട് ഇയറിങ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാവേ. ഇയറിങ്സിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ കൊള്ളാവോ എന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.